ഹേ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. സോ ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മളൊരു അൺബോക്സ് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ അൺബോക്സ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ബോയ M1 എന്ന് പറയുന്ന ഒരു മൈക്കാണ് അൺബോക്സ് ചെയ്യുന്നത്. ഒരു ലാവലിയർ മൈക്കാണ്. സോ ഇന്നത്തെ വീഡിയോ ബോയ M1ൻ്റെ അൺബോക്സിംഗ് ആണ്. ഇതുപോലൊരു ബോക്സിലാണ് നിങ്ങൾക്ക് ബോയ M1 എന്ന് പറയുന്ന ഒരു മൈക്ക് ലഭിക്കുന്നത്. ഈ ഒരു ബോക്സിൽ 2 കവറിലായിട്ടാണ് നിങ്ങൾക്ക് മൈക്ക് ലഭിക്കുന്നത്. ഇതുപോലൊരു കവറിലായിരിക്കും നിങ്ങൾക്ക് മൈക്കിൽ ഘടിപ്പിക്കാനുള്ള നോയ്സ് ഡിറ്റക്ട് ചെയ്യാനുള്ള സ്പഞ്ച് ഘടിപ്പിക്കാനുള്ളതും അതുപോലെ തന്നെ ഒരു അഡാപ്റ്ററും ഈ ഒരു കവറിൽ നിങ്ങൾക്ക് ലഭിക്കും. ഈ ഒരു കവറിലാണ് നിങ്ങൾക്ക് മെയിനായിട്ട് ബോയ M1 എന്ന് പറയുന്ന മൈക്ക് വന്നിരിക്കുന്നത്. ഈ ഒരു പൗച്ച് എന്ന് പറയുന്ന അത്യാവശ്യം നല്ല രീതിയിൽ ക്വാളിറ്റി ഉള്ളൊരു പൗച്ചാണ്. അതുപോലെ തന്നെ ഈ ഒരു ബോക്സിൽ നിങ്ങൾക്ക് വാറണ്ടി കാർഡ് ലഭിക്കുന്നുണ്ട്. വാറണ്ടി എത്രയാണെന്ന് വെച്ചാൽ 1 വർഷം വരെ നിങ്ങൾക്ക് ഈ ഒരു വാറണ്ടി ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ബോക്സിൽ നിങ്ങൾക്ക് പിന്നെ ലഭിക്കുന്നത് അതിൻ്റെ യൂസർ മാനുവലാണ്. യൂസർ മാനുവൽ എങ്ങനെ യൂസ് ചെയ്യണമെന്നും അതുപോലെ തന്നെ ബാറ്ററി ഘടിപ്പിക്കുന്ന രീതിയൊക്കെയാണ് ഈ ഒരു യൂസർ മാനുവൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ മൈക്ക്. ഈ ഒരു മൈക്ക് ആദ്യം തന്നെ കയ്യിലെടുക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നതെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു മൈക്കാണ്. ഇത് മുഴുവനും മെറ്റൽ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ജസ്റ്റ് നമ്മൾ കോളൽ ഘടിപ്പിക്കാനുള്ള ക്ലിപ്പിൻ്റെ ചെറിയൊരു ഭാഗം മാത്രമാണ് ഇതിൽ പ്ലാസ്റ്റിക്കിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ നിങ്ങൾക്ക് ഊരി നോക്കിയാൽ മനസ്സിലാവും ഇതിനകത്ത് ബാറ്ററിയിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. നിങ്ങൾ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാൻ ബാറ്ററിയുടെ ആവശ്യമില്ല, DSLR ഉപയോഗിക്കാനാണ് ബാറ്ററിയുടെ ആവശ്യം. സോ ഇനി നമുക്ക് ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി നമുക്ക് വെളിയിൽ പോയി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ വെളിയിലോട്ട് വന്നിട്ടുണ്ട് ഈ ഒരു മൈക്കിൻ്റെ ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യാനായിട്ട്. ഇപ്പോൾ മൈക്ക് എൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്ന സൗണ്ട് എന്ന് പറയുന്നത് മൊബൈലിൻ്റെ മൈക്കിൽ നിന്നാണ്. ഇപ്പോൾ നമ്മൾ മനസ്സിലാവാൻ സാധിക്കും ഇപ്പോൾ എത്രത്തോളം ദൂരോട്ട് പോകുന്നു അത്രത്തോളം എൻ്റെ സൗണ്ട് കുറയും. അതുപോലെ തന്നെ ഇപ്പോൾ കുറച്ച് അധികം ദൂരോട്ട് പോവുകയാണെങ്കിൽ എൻ്റെ സൗണ്ട് നല്ല രീതിക്ക് കുറയും. അതുപോലെ തന്നെ ഞാൻ നല്ല രീതിക്ക് ട്രെയിൻ എടുത്തിട്ടാണ് സംസാരിക്കുന്നത്. ഇപ്പോൾ അടുത്തോട്ട് വരികയാണെങ്കിൽ നല്ല രീതിക്ക് സൗണ്ട് കിട്ടുകയും ചെയ്യും. ഇനി നമുക്ക് ഈ ഒരു മൈക്ക് കണക്ട് ചെയ്തിട്ട് സംസാരിച്ച് നോക്കാം. ഇപ്പോൾ മൈക്ക് ഞാൻ ഡിവൈസിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഞാൻ എത്രത്തോളം ദൂരോട്ട് പോയാലും, അതായത് ഈ ഒരു മൈക്കിൻ്റെ വയറിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 8 ഫീറ്റാണ്. ഇത്രയും ദൂരത്തോട്ട് പോയാലും നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒരു ക്വാളിറ്റിയിൽ കുറവില്ലാതെ തന്നെ നമുക്ക് സംസാരിക്കുന്നതിൽ കേൾക്കാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ നല്ല ദൂരെയാണ് നിൽക്കുന്നത്, എന്നാലും നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ കേൾക്കാൻ സാധിക്കും. കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു മൈക്കിൻ്റെ അടുത്തുണ്ട്. അതുപോലെ തന്നെ നല്ല രീതിക്കുള്ളൊരു ലെങ്ത്തും ഈ ഒരു വയർ എനിക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും ദൂരെ പോയി നിന്നാലും സൗണ്ട് നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കേൾപ്പിച്ച് തരാൻ സാധിക്കുന്നത്. ഇനിയിപ്പോൾ അടുത്ത് വന്നാൽ കൂടിയും സൗണ്ട് കൂടുകയോ അതുപോലെ തന്നെ സൗണ്ടിൽ വേരിയേഷൻ വരികയോ ചെയ്യത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ മൈക്ക് നമ്മൾ അടുത്ത് തന്നെ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അൺബോക്സിംഗ് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തേക്കുക. ഇതുപോലെ അൺബോക്സിങ്ങും അതുപോലെ തന്നെ ടെക് ന്യൂസിൻ്റെ പുതിയ എപ്പിസോഡ്സ് ഞാൻ ഈ ഒരു ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തേക്കുക. ഈ ഒരു വീഡിയോ തീർച്ചയായും ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഈ ഒരു മൈക്ക് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. സോ അടുത്തോട്ട് കാണുന്നവരേക്കും ഇസ്മി അർജുൻ സൈനിങ് ഓഫ്. ബൈ.